4 പേരാണ് ഈ സർക്കാർ കാലയളവിൽ പന്നിയുടെ കുത്തേറ്റ് മരിച്ച ആളുകളുണ്ട്. ഇത് ഇവിടെ ഈ KCBയുടെ മുമ്പിൽ വന്നിട്ട് നമ്മൾ ചോദിച്ചാൽ കേരളത്തിലെ ഒരു സർക്കാരിനോട് സംസാരിക്കാനുള്ളത്, ജനങ്ങൾക്ക് സംസാരിക്കാനുള്ളത് സ്വാഭാവികമായും ഇവിടെ പറയുന്നു എന്ന് മാത്രമല്ല. നേരത്തെ ഇവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്, നേരത്തെ ജോയി സംസാരിച്ച ഒരു കാര്യമുണ്ട്, ഇയാളല്ല എന്ന് പറഞ്ഞു. കോൺഗ്രസ് ആണെങ്കിൽ ഇയാൾ ചോദിക്കുന്നത് ആരാണോ കുറ്റക്കാര് അവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കാനുള്ള തന്റെ ഇടവും ആർജവുമാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന് ഉണ്ടാവേണ്ടത്. അയാൾ ഇന്ന പാർട്ടിക്കാരൻ കൊന്നാൽ അത് കൊലപാതകമല്ലാതാവുക, ലീഗുകാരൻ കൊന്നാൽ അത് കൊലപാതകമല്ലാതെയാവുക, വരില്ല എന്നുണ്ടോ? അവരെത്രയെങ്കിലും അത് സാധാരണക്കാരനാണെങ്കിലും അവനെ പിടിച്ചതിന് ശേഷമാണ് അവരെ കുറിച്ച്, മറിച്ച് അവരുടെ രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കാനോ അല്ലെങ്കിൽ അവർ ചെയ്തതിനെ കുറിച്ച് ഇവിടെ കേരളത്തിൽ ഇവിടെ KCBയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇവിടുത്തെ MLA പറഞ്ഞൊരു കാര്യമുണ്ട്, കറണ്ട് കട്ടില്ല എന്നാണ് അത്രേ അദ്ദേഹത്തിന്റെ വലിയ വാദം. ഇവിടെ കറണ്ട് കട്ടെടുത്ത് ഇത്തരത്തിൽ മൃഗങ്ങളെ പിടിക്കാൻ ഉപയോഗിക്കുന്ന കള്ളന്മാരെ കുറിച്ചല്ല അദ്ദേഹത്തിന് സംസാരിക്കാനുള്ളത്. ഇവിടെ നേരത്തെ പറഞ്ഞ ഓഫീസിനകത്ത് ഈ ഒരൊറ്റ പരാതി മാത്രമാണ്. ഇതിനു മുമ്പ് അവൻ കൊടുത്ത പരാതിയിലധികം റിട്ടേൺ ആയിട്ടുണ്ട് ഇവര് ചെയ്തിട്ടുള്ളത്. ഏതെങ്കിലും ഒരു സാധു കറണ്ട് ബില്ല് അടക്കാൻ അവന്റെ വീട്ടിലെ ജീവിയിലെ ഉദ്യോഗസ്ഥന്മാർ എന്താണ് വഴിയോരങ്ങളിൽ മനുഷ്യരെ കൊല്ലാൻ വേണ്ടി ഇട്ടിട്ടുള്ള ഇത്തരം അപകടം പിടിച്ച ഈ കറണ്ട് കട്ടെടുത്ത് അപകടം ഉണ്ടാക്കുന്നവരെ കുറിച്ച് 919 വന്യജീവി ആക്രമണത്തിൽ മരിച്ചുപോയ ആളുകൾ 16 മുതൽ ഞാൻ ഈ സംസാരിക്കുന്നത് വരെ 919 പേരാണ് കേരളത്തിൽ മരിച്ചുപോയത്. വന്യജീവികളെ പിടിക്കാൻ വേണ്ടി ഇവിടെ കറണ്ട് കമ്പി ഇത്തരത്തിൽ വേലികൾ ഉണ്ടാക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ഈ ആക്രമണം ആരെന്ന ചോദ്യത്തിന് പലതരത്തിലുള്ള വനംവകുപ്പ് മന്ത്രി ഇന്നും ന്യായീകരിക്കുമ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് വനം വകുപ്പിന്റെ ബാധ്യതയാണ്. ഞാൻ ചോദിക്കട്ടെ, വനം ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിച്ചിട്ടുണ്ടോ? എന്നിട്ടല്ലേ ഉത്തരവാദിത്തം എന്റേതല്ല എന്ന് പറയേണ്ടത്? ഇത്രമേൽ അപ്രസക്തമായ, ഞാൻ എന്റെ പ്രിയപ്പെട്ട ഈ നാട്ടടക്കം ചോദിക്കട്ടെ, കേരളത്തിലെ ആര് എന്ന് സത്യം പറഞ്ഞാൽ ഇന്ന് ഗൂഗിൾ നോക്കിയിട്ടാണ്, അങ്ങനെ ഉള്ളതുകൊണ്ടൊരു സൗകര്യമുണ്ട്, ഗൂഗിൾ നോക്കിയിട്ടാണ് ഏതാണ് മന്ത്രി എന്ന് മനസ്സിലായത്. കാരണം കേരളത്തിലെ ദ്വിചക്ര മന്ത്രി എന്നല്ല ഒരു മന്ത്രിമാരും അത്രമേൽ അപ്രസക്തി തന്നെ അറിയുന്നത്. ആരെങ്കിലും സ്ഥിരമായി വീട്ടില് രൂപയുടെ ചെക്ക് ഉണ്ട്, ഇതൊരു റുട്ടീൻ പരിപാടിയാണ്. മരിച്ചാൽ ഉടനെ തന്നെ മന്ത്രി ഒരു ക്ലീശ 2 ലക്ഷം രൂപ അവരെ